നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 നവംബർ മാസം 19-ാം തീയതി 1201 ആണ്ട് വൃശ്ചിക മാസം 3-ാം തീയതി ബുധനാഴ്ച. ഇന്ന് ശരിക്ക് ഇന്നത്തെ നക്ഷത്രം എടുക്കുമ്പം വിശാഖ നക്ഷത്രമാണ്. രാവിലെ കലണ്ടറിൽ ഇട്ടിട്ടുള്ളത് ചോതി നക്ഷത്രം എന്നാണ്. വളരെ കുറച്ച് സമയം മാത്രമേ ചോതിയുള്ളൂ. എന്തുകൊണ്ട് വിശാഖ നക്ഷത്രത്തിന് പ്രാധാന്യം എന്ന് പറയുമ്പോൾ, ഇന്ന് ബർത്ത്ഡേ ഒക്കെ നമ്മൾ വന്നവർക്ക് എടുക്കുമ്പോൾ വിശാഖത്തിന് പ്രാധാന്യം. കാരണം അന്ന് ആ സൂര്യൻ ഉദിക്കുന്ന സമയത്ത് ഏത് നക്ഷത്രം നിൽക്കുന്നുവോ ആ നക്ഷത്രമാണ് കലണ്ടറിൽ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഉദിക്കുന്ന സമയത്ത് നിൽക്കുന്ന നക്ഷത്രം. അപ്പോൾ ഇത് കണ്ടിട്ട് ആളുകൾ വിളിക്കും, ഒന്ന് നക്ഷത്രം ചോതിയാണല്ലോ കലണ്ടറിൽ ഇട്ടിരിക്കുന്നത്, പിന്നെ വിശാഖം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ടാണ്? നല്ലതാണ്. അപ്പോൾ ശ്രദ്ധിക്കുന്ന പലരും എന്നെ വിളിച്ച് പറയാറുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുന്നു എന്നുള്ളതിന് തെളിവാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് ഉദിക്കുന്ന സമയത്ത് വളരെ കുറച്ച് സമയം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 6 നാഴികയെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അന്നത്തെ നക്ഷത്രം എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നക്ഷത്രം വിശാഖം നക്ഷത്രമാണ്. ശുഭനക്ഷത്രം തന്നെയാണ്. അപ്പോൾ ശുഭകാര്യങ്ങൾക്ക് അനുകൂലപ്രദമായ നക്ഷത്രമാണ്. അപ്പോൾ വളരെ ഉയർച്ചയ്ക്ക് ഇന്ന് ചെയ്യുന്ന ഒന്ന് ബുധനാഴ്ചയും ഒക്കെ കൂടിയ ദിവസമായതുകൊണ്ട് എല്ലാ ശുഭകാര്യങ്ങൾക്കും കൊള്ളാം. നാളെ രാവിലെ വരെയും ഈ വിശാഖ നക്ഷത്രമുണ്ട്. അപ്പം പിന്നെ മൊത്തവും വിശാഖ നക്ഷത്രം തന്നെയാണ്. അപ്പോൾ ഇന്ന് എല്ലാ ശുഭകാര്യങ്ങൾക്കും എടുക്കാം. ബുധനായതുകൊണ്ട് നമ്മളെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ അയക്കാനായാലും ശരി, പുരോഗതിക്ക് വേണ്ടി മറ്റെന്തെങ്കിലും സ്റ്റാർട്ട് ചെയ്യാനായിട്ടായാലും ശരി, മറ്റ് ആരെങ്കിലും മീറ്റ് ചെയ്യാനായിട്ടായാലും ശരി, നല്ല ദിവസമാണ്. അതുപോലെ വൃശ്ചിക മാസത്തിലെ വിശാഖ നക്ഷത്രം ബർത്ത്ഡേ ആയിട്ട് വന്നിട്ടുള്ളവർക്ക് ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കേണ്ടത്. വാർഷിക ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ പുരോഗതിയെ കൊടുക്കുന്ന ഒരു വർഷം നിങ്ങൾക്ക് പ്രദാനം ചെയ്തു തരും. പുരോഗതിയുടെ ഒരു വർഷമായിരിക്കും നിങ്ങൾക്ക്. സാമ്പത്തിക നേട്ടം മാത്രമല്ല, ഉദ്യോഗമില്ലാത്തവർക്ക് ഉദ്യോഗത്തെ കൊടുക്കും. ഉദ്യോഗത്തിൽ ഇരിക്കുന്നവർക്ക് ഉദ്യോഗ കയറ്റം കിട്ടും. പെട്ടെന്ന് ഇൻക്രിമെൻറ്റോ അല്ലെങ്കിൽ പ്രൊമോഷനോ ലഭിക്കും. വേറെ ജോലിക്ക് ട്രൈ ചെയ്യുന്നവർക്ക് നല്ല ജോലി കിട്ടും. അതുപോലെ ബിസിനസ് ആദി കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ധൈര്യമായിട്ട് തുടങ്ങിക്കൊള്ളുക. പുതിയ ബിസിനസ് തുടങ്ങുന്നതിനൊപ്പം തന്നെ നമുക്കുള്ള ബിസിനസ്സിനെ ഡെവലപ്പ് ചെയ്യാൻ നോക്കുന്നവർക്ക് നല്ലതാണ്. അല്ലെങ്കിൽ അതിൻ്റെ ബ്രാഞ്ചസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്കും ഗുണപ്രദമായ അവസ്ഥ ഉണ്ടാവും. അതുപോലെ പഠനവുമായി ബന്ധപ്പെട്ട് ഉപരിപഠനത്തിനും, ഇപ്പോൾ വിദ്യാഭ്യാസം കുറച്ച് മങ്ങി നിൽക്കുകയാണ്, അങ്ങനെ നിൽക്കുന്നവർക്ക് ഒന്ന് ഉത്സാഹിച്ചാൽ മതി, നല്ല റിസൾട്ട് വരും. അപ്പോൾ ഉപരിപഠനത്തിനും കൊള്ളാം. വിദേശത്തൊക്കെ പോയി പഠിക്കാനും അനുകൂലപ്രദമായ സമയമാണ്. അതുപോലെ ഇന്ന് എല്ലാത്തിനും കൊള്ളാം. പക്ഷെ നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോൾ രാഹുകാല സമയം, യാത്രയ്ക്ക് മാത്രം, പോകുന്നതിന് മാത്രം രാഹുകാലം നോക്കി പോകണം. ഉച്ചയ്ക്കായതുകൊണ്ട് ശരിക്കും രാഹുകാല സമയം 12 മണി 10 മിനിറ്റ് തൊട്ട് 10 മിനിറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ശരിക്ക് 1 മണി 36 മിനിറ്റ് വരെ ഉള്ളൂ. അപ്പോൾ ഈ രാഹുകാല സമയത്ത് ശുഭയാത്രകൾ ചെയ്യരുത്. പിന്നെ ചെയ്യാൻ പാടില്ലാത്ത 2 സമയമുണ്ട്. ഗുളികനും യമകണ്ഠൻ്റെയും കാലഘട്ടം. അതിൽ ഗുളിക കാല സമയം വരുന്നത് 10:43 തൊട്ട് 12:10 വരെയും, യമകണ്ഠ കാല സമയം വരുന്നത് 7:51 തൊട്ട് 9:17 വരെയും. ഈ സമയം ഒരു ശുഭകാര്യത്തിനും എടുക്കാതിരിക്കുക. അതുപോലെ നമുക്ക് അഭിജിത്ത് മുഹൂർത്തം എല്ലാ ദിവസവും ഉണ്ട്. അഭിജിത്ത് മുഹൂർത്തം വരുന്നത് ശരിക്കും 11 മണി 46 മിനിറ്റ് തൊട്ട് 12:34 വരെ. അല്ലാതെ തന്നെ മുഹൂർത്തം ഉണ്ട്. അല്ലാതെ നമുക്ക് കിട്ടിയില്ലെങ്കിൽ അഭിജിത്ത് മുഹൂർത്തം എടുക്കുന്നത് കൊണ്ട് ദോഷമില്ല. ഇന്ന് നമ്മൾ ഓരോ കാര്യത്തിന് പോകുമ്പോഴും വസ്ത്രധാരണത്തിന് പ്രാധാന്യം കൊടുക്കണം. പച്ച കളറോ പച്ച മിക്സ് ആയിട്ടുള്ള കളർ വസ്ത്രധാരണത്തിൽ ഉൾപ്പെടുത്തുന്നത് നമുക്ക് ഭാഗ്യദായകമായ അവസ്ഥയുണ്ടാവും. അതുപോലെ കർച്ചീപ്പായിട്ടെങ്കിലും ഒരു തുണ്ട് പച്ച തുണി കരുതുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. NTV UAE to the world.